BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അനുമതിയില്ലാത്ത ലബോറട്ടറിയിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. നെടുങ്കണ്ടം സോറ ട്രേഡിംഗ് കമ്പനിക്കും മാനേജർ രാധാകൃഷ്ണൻ, ലസൻസി സനിത ഷഹനാസ് എന്നിവർക്കുമെതിരെ 2014 എടുത്ത കേസിലെ തുടർ നടപടികളാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ റദ്ദാക്കിയത്. കേസെടുക്കാൻ ആധാരമായ തിരുവനന്തപുരം ഗവൺമെന്റ് അനലിസ്റ്റിക് ലബോറട്ടറി ടെസ്റ്റിംഗ് ലബോറട്ടറികളുടെ ദേശീയ അക്രഡിറ്റേഷൻ ബോർഡ് നൽകുന്ന അംഗീകാരം ഈ കാലയളവിൽ ഉണ്ടായിരുന്നില്ലെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവ്. 2014 ആഗസ്റ്റ് 16 ഫുഡ് ഇൻസ്പെക്ടർ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച ചെറുപയർ പിടികൂടിയത്. ഗവൺമെന്റ് അനലിസ്റ്റിക് ലബോറട്ടറിയിൽ നടത്തിയ അനാലിസ്റ്റിക് റിപ്പോർട്ട് എതിരാവുകയും ചെയ്തു. കേസ് നടപടികൾ റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നു വരികയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട വസ്തു പയറിൽ ചേർത്തെന്നാണ് കേസ്. കീടങ്ങളുള്ളതായും കണ്ടെത്തി. എന്നാൽ ഗവൺമെന്റ് അനാലിസ്റ്റിക് ലബോറട്ടറിയിൽ ഇക്കാലയളവിൽ NABL അക്രഡിറ്റേഷൻ ഇല്ലാത്തതിനാൽ പരിശോധനാഫലം നിയമപരമായി അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു വാദം. ഇക്കാലയളവിൽ ലാബിന് അംഗീകാരം ഉണ്ടായിരുന്നില്ലെന്നും സർക്കാരും വ്യക്തമാക്കി. തുടർന്നാണ് കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ച് ഉത്തരവിട്ടത്. മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ കലൂർ കാക്കനാട് പാത ഒറ്റ പില്ലറിൽ മേൽപ്പാലവും മെട്രോ റെയിലും വരുന്ന വിധം ഡബിൾ ഡക്കർ ഡിസൈനിൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. കലൂർ കാക്കനാട് റൂട്ടിലും സീപോർട്ട് എയർപോർട്ട് റോഡിലും അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഇത്തരം ഡിസൈനിലൂടെ സാധ്യമാകുമെന്ന് ചൂണ്ടിക്കാട്ടി നെട്ടൂർ സ്വദേശി ഷമീർ അബ്ദുള്ളയാണ് ഹർജി നൽകിയത്. നാഗ്പൂരിലും ബംഗളൂരുവിലും ഡബിൾ ഡക്കർ ഡിസൈൻ നടപ്പാക്കിയിട്ടുണ്ടെന്നും കൊച്ചി പോലെ സ്ഥലപരിമിതിയുള്ള പ്രദേശങ്ങളിൽ അനുയോജ്യമാണ് ഈ രീതിയെന്നും ഹർജിയിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ വാഹനങ്ങൾ കടക്കം പോകാനുള്ള മേൽപ്പാലമാണ് നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണ ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ ഇവിടെ ഇത്തരം വാഹനങ്ങൾക്ക് പോകാനുള്ള മേൽപ്പാലമില്ലെങ്കിലും പണിയണം. റോഡിൽ നിന്ന് 5.5 മീറ്റർ ഉയരത്തിൽ മേൽപ്പാലവും പാലത്തിൽ നിന്ന് 3.5 മീറ്റർ ഉയരത്തിൽ മെട്രോ റെയിലും കൊണ്ടുവരാൻ സാധിക്കും. ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കാക്കനാട് വഴി ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നു പോകുന്നത്. വർഷം തോറും 1 ലക്ഷത്തിലധികം വാഹനങ്ങൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിന് ശേഷവും അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് 2ാം ഘട്ടത്തിന് ശേഷമെങ്കിലും ഉണ്ടാകാതിരിക്കാൻ ഈ രീതി നടപ്പാക്കണം. വൈറ്റ്ലയിൽ മെട്രോയുടെയും മേൽപ്പാലത്തിന്റെയും നിർമ്മാണ സമയത്ത് സർക്കാരിന്റെ രൂപരേഖ അനുയോജ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബദൽ രൂപരേഖ സർക്കാരിന് ഹർജിക്കാരൻ സമർപ്പിച്ചെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് നിരസിച്ചു. ബൈപ്പാസിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് പാലം പ്രയോജനപ്പെടുന്നത്. വൈറ്റ്ല ഹബ്ബിലേക്ക് പോകുന്നതടക്കം മറ്റ് റോഡുകൾ എപ്പോഴും ഗതാഗത കുരുക്കിലാണ്. ഇത് പരിഹരിക്കാൻ ഇനി വൈറ്റ്ലയിൽ ഒന്നും ചെയ്യാനാവില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഓണത്തിന് 2 ആഴ്ച ബാക്കി നിൽക്കെ നാടെങ്ങും പൊന്നോണത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. വമ്പൻ ഓഫറുകളും ആകർഷക സമ്മാനങ്ങളുമായി വിപണി ആദ്യം തന്നെ ഉണർന്നു കഴിഞ്ഞു. ഓണച്ചന്തകൾക്കും വിപണന മേളകൾക്കുമൊപ്പം വിനോദ പ്രദർശന മേളകളും കൂടി ജില്ലയിൽ എത്തിത്തുടങ്ങിയതോടെ ഇത്തവണ ഓണം കളറാകുമെന്നുറപ്പായി. ഓണ വിപണിയിൽ താരം വസ്ത്രവിപണി തന്നെയാണ്. പുതുപുത്തൻ സ്റ്റോക്കുകളുമായി വസ്ത്രവിപണിയാണ് ആദ്യം സജീവമായത്. ഓണം അടുക്കുമ്പോൾ തിരക്ക് കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇപ്പോഴേ ഓണക്കോടിയെടുക്കാമെന്ന് കരുതി കുടുംബസമേതം വസ്ത്രശാലകളിലേക്ക് എത്തുന്നവരും ഏറെയാണ്. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ വസ്ത്രശാലകളിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പുത്തൻ ട്രെൻഡുകളുടെ ശേഖരവുമായാണ് തുണിക്കടകൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഓണം അടുത്തതോടെ സ്വർണ്ണ വാഹന വിപണികളിലും ഉണർവ് പ്രകടമാണ്. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള ഓണം ഖാദി മേളകളും സജീവമായി കഴിഞ്ഞു. ഓണാഘോഷത്തിന് രുചി പകരാൻ ഉപ്പേരി പായസ വിപണിയും ഒരുങ്ങി. മലയാളിക്ക് ഓണത്തിന് ഏത്തക്ക ഉപ്പേരി വിട്ടൊരു കളിയില്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നടക്കം ഓണത്തിന് വിളമ്പാൻ ഏത്തക്കുലകൾ കൂടുതലായി എത്തുന്നുണ്ട്. ഓണാഘോഷം കളറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൂവിപണിയും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. പലചരക്ക് പച്ചക്കറി വ്യാപാരികളും ഏറെ പ്രതീക്ഷയിലാണ്. കൃഷിവകുപ്പിന്റെ ഉൾപ്പെടെ ഓണച്ചന്തകൾ, സപ്ലൈകോ ഓണമേളകൾ,
പായസമേളകൾ, വഴിയോര കച്ചവടം എന്നിവയൊക്കെയായി അത്തം കഴിയുന്നതോടെ ഓണവിപണി കൂടുതൽ ഉഷാറാകും. ഓണസദ്യ വീട്ടിലൊരുക്കാൻ സമയമില്ലാത്തവർക്കായി ഹോട്ടലുകളും കാറ്ററിംഗ് സർവീസുകളും ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് ഓണസദ്യയ്ക്കും ഓരോ വർഷവും ആവശ്യക്കാർ കൂടി വരുന്നുണ്ടെന്നാണ് കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിലുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയെങ്കിലും ക്ലബ്ബുകളും മറ്റ് സംഘടനകളുമൊക്കെ ഓണാഘോഷ പരിപാടികൾ ഗംഭീരമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും പൗരാവലിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ. വടംവലിയാണ് ഓണാഘോഷങ്ങളിലെ ഹൈലൈറ്റ്. വീറും വാശിയും ആവേശവും നിറഞ്ഞ വടംവലിക്ക് സമ്മാനങ്ങളുമുണ്ട്. 10,000-ന് മുകളിലാണ് പലയിടത്തും ഒന്നാം സമ്മാനമായി നൽകുന്നത്. കൊച്ചി ഫിഷറീസ് ഹാർബറിൽ തൊഴിലാളികളുടെ കൂലിയെ ചൊല്ലി തൊഴിലാളി യൂണിയനും പൾസീൻ നെറ്റ് ബോട്ടുടമ അസോസിയേഷനും തമ്മിൽ തർക്കം. ഹാർബറിലെ വെള്ളം കോരി വിഭാഗം തൊഴിലാളികൾ ഇരിക്കുന്ന മത്സ്യത്തിന്റെ മൂല്യത്തിനനുസരിച്ച് 2% കൂലിയാണ് നൽകി വരുന്നത്. നേരത്തെ ഇത് ബോട്ടിലെ തൊഴിലാളികളും ഉടമകളും ചേർന്നാണ് നൽകിയിരുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ബോട്ടിലെ തൊഴിലാളികൾ പിന്മാറിയതോടെ ബോട്ടുടമകളാണ് ഇത് നൽകി വരുന്നത്. ഡീസൽ ചെലവ് ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ നൽകാൻ കഴിയില്ലെന്നും പ്രവർത്തന ചെലവ് കഴിച്ച് ബാക്കി ലഭിക്കുന്ന പണത്തിന്റെ 2% നൽകാനേ കഴിയുമെന്ന് പൾസീൻ നെറ്റ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച യൂണിയൻ നേതൃത്വത്തെ രേഖാമൂലം ധരിപ്പിച്ചിട്ടും ചർച്ച നടത്താമെന്ന് പറയുകയല്ലാതെ തീരുമാനമൊന്നും ആകാത്ത സാഹചര്യമാണെന്നും അസോസിയേഷൻ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്കുള്ള കൂലി പ്രവർത്തന ചെലവ് കഴിച്ച് 2% മാറ്റിവെക്കുമെന്നും പ്രശ്നത്തിൽ ധാരണയാകുന്ന മുറയ്ക്ക് നൽകുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് സിബി പുന്നൂസ് പറഞ്ഞു. KG മാക്സി MLA ഇടപെട്ട പ്രശ്ന പരിഹാരത്തിന് ആഗസ്റ്റ് 30 വരെയും സമയം ചോദിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾ ആരുടെയും തൊഴിൽ നിഷേധിക്കുകയില്ലെന്നും പ്രശ്നത്തിൽ തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ കൂലി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മറ്റ് ഹാർബറുകളിൽ ഇത്തരത്തിൽ പ്രശ്നമില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികളായ TK മനാഫ്, KA അബ്ദുൾ മജീദ് എന്നിവർ പറഞ്ഞു. പുതുച്ചേരിയിൽ നിന്നുള്ള വ്യാജമദ്യം ആവശ്യക്കാർക്ക് വീടുകളിൽ എത്തിച്ചിരുന്ന സംഘം കാക്കനാട് പിടിയിൽ. കാക്കനാട് ഇടച്ചിറ സ്വദേശി കുന്നേപ്പറമ്പിൽ വീട്ടിൽ തോക്ക് എന്ന് വിളിക്കുന്ന സുരേഷ്, ഭാര്യ മിനി, കാക്കനാട് ഇടച്ചിറ പാർലിമുല വീട്ടിൽ ഫസലു എന്ന നാസർ എന്നിവരാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, എക്സൈസ് ഇന്റലിജൻസ്, സിറ്റി എക്സൈസ് റേഞ്ച് എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് പുതുച്ചേരിയിൽ നിന്ന് കൊണ്ടുവന്ന 1/2 ലിറ്ററിന്റെ 77 കുപ്പി വ്യാജമദ്യം എക്സൈസ് പിടികൂടി. അങ്ങാടി മരുന്ന് വിൽപ്പനക്കാരൻ എന്ന വ്യാജേനയായിരുന്നു മദ്യവിൽപ്പന. കാക്കനാട് നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള അന്തർ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് മദ്യം വിതരണം ചെയ്തിരുന്നത്. പുതുച്ചേരിയിൽ നിന്ന് മദ്യം കടത്താൻ സഹായിച്ച കുടുകുടു എന്ന് വിളിക്കുന്ന മനാഫ് എന്നയാളെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.